കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചേട്ടാ, ദശാവതാരം എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഈ ദശാവതാരം എന്ന് വെച്ചാൽ 9 അവതാരം അല്ലേ? 9 അല്ലേ ഏട്ടാ, 10. അതാണ് ദശ എന്ന് വെച്ചാൽ 10 അത് തന്നെയല്ലേ ഈ സപ്തസ്വരങ്ങള്. ദശാവതാരം എവിടെ കിടക്കുന്നത്, സപ്തസ്വരങ്ങൾ എവിടെ കിടക്കുന്നത് ചേട്ടാ? അല്ല, അങ്ങനെയല്ല, സിനിമാ ലെവലിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ദശാവതാരം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? എന്റെ ദൈവമേ, കമലഹാസൻ സാറിന്റെ സിനിമ 10 അവതാരങ്ങളായിട്ട് വന്നിട്ട് 10 വേഷങ്ങൾ ചെയ്തിട്ട് അത് എന്ത് വ്യത്യസ്തമായിരുന്നു, സൂപ്പർ ഹിറ്റ് ആയിരുന്നു അല്ലേ? അദ്ദേഹം ഇവിടെ വരികയല്ല, ഈ വേദിയിൽ ഒരു ദശാവതാരം നടക്കാൻ പോവുകയാണ്. അതായത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, നമ്മുടെ ആരോസ് ഡാൻസ് ടീമിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. അതിന്റെ പേരാണ് ദശാവതാരം എന്നുള്ളത്. ഒരു കിടിലം പെർഫോമൻസ് ചേട്ടാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. യെസ്.
2 ദിവസമേ ഉള്ളൂ ഈ വീട് മേടിച്ചിട്ട്. അതും എൻ്റെ അച്ഛൻ്റെ കാശ് മുടക്കി എനിക്ക് മേടിച്ചു തന്നത്. ഇവിടെ കെട്ടിയോണെന്നും പറഞ്ഞോണ്ട് ഒരുത്തനുണ്ട് എനിക്ക്. ഒരു പണിക്കും പോകാതെ 24 മണിക്കൂർ ഈ പെരക്കകത്ത് കുത്തിയിരിക്കും. അതെങ്ങനെയാ? എന്നെ പറഞ്ഞാ മതി. എത്ര നല്ല ആലോചനകൾ വന്നതാ. എനിക്ക് ഇയാളെ മതി എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? ഹലോ. അയ്യോ, ഇതാരും ഞങ്ങളുടെ മുതലാളിയോ? ഇത്ര നല്ലൊരു വീട് ഞങ്ങക്ക് തന്ന ഞങ്ങളുടെ മുതലാളിയല്ലേ? ഇരിക്കി. വീട് തന്നില്ലേ? ആ അതെ, ഞങ്ങൾ ചേട്ടനെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ഇരിക്കേട്ടാ. അതെ, നമ്മുടെ ഓണറിന്റെ വീടിന്റെ ഇപ്പോഴത്തെ ഓണർ ചേട്ടനോ? കെട്ടിയോ? ദേ ഇരിക്കുന്നു. പനിയാ? പനിയൊന്നും അല്ല ചേട്ടനെ, വയ്യാന്ന്. അത് തന്നെയല്ലേ പനിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം കേട്ടോ. എന്റെ പൊന്നു ചേട്ടാ, അതൊന്നും അല്ല കാര്യം. പുള്ളിക്ക് പണിക്ക് പോകാൻ കഴിയത്തില്ല. അതൊന്നുമല്ല, അങ്ങനെ കാണുമ്പോ അറിയാം പനിയാണ്. 3 നേരം ആവി കൊള്ളണമെന്നല്ല ചേട്ടാ. പനിയൊന്നും അല്ല. ചേട്ടാ ഹലോ, നല്ലതാ ആവി കൊള്ളണം കേട്ടോ. 3 നേരം കൊള്ളണം. ഞാനേ ഈ വീടിന്റെ ആധാരം ഇന്ന് എഴുതി കിട്ടിയത്, അത് തരാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ആധാരം മേടിക്കും. ഇങ്ങനെ പനിയാണല്ലേ? ഇതൊരു വലിയ പണിയാണല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങൾ മേടിച്ച വീടല്ലേ? അകത്ത് അടുക്കളയില്ല, അവിടെ പോലും തിന്നൂടെ? നമുക്കൊരു 4 നേരമൊക്കെ മേശപ്പുറത്ത് പോയിരുന്നു തിന്നാം. ഒരു 6, 7, 8 പ്രാവശ്യം ഒരു പണിക്കും പോകാതെ തിന്നുമ്പോ അവക്ക് ചെറിയൊരു ഇതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻഹേലർ പിടിക്കുന്ന രീതി വന്നിരുന്നു കഴിച്ച്. എന്തിനു വന്ന? ഞാൻ ആധാരം തരാൻ വേണ്ടി. ആഹാരം തന്നാണ് ഇതിനകത്തോട്ട് ഇട്ടു. ആഹാരം അല്ലെന്ന്, ആധാരം. ഓ ആധാരം. അതെ, ഞാൻ വീടിന്റെ ആധാരം തരാൻ വേണ്ടി വന്നതാ. ആണോ? അതുകൂടല്ലേ ഉള്ളു ചടങ്ങ്. 2 കൈ നീട്ടി സ്വീകരിക്കും. അങ്ങോട്ട് കൊടുത്തു. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ? ഇനി സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോ ഞാൻ അവരോട് എന്ത് പറയും? വേറെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പിള്ളേരുമായിട്ട് കഴിക്കാം. എന്റെ പൊന്നു ചേട്ടാ. ആധാരമാ മേടിച്ചോ. സന്തോഷം. സന്തോഷത്തോടെ. ഏതായാലും 5 ലക്ഷം രൂപയ്ക്ക് വീട് വന്നിട്ടുണ്ട്. നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കണം. പിന്നെ വീട്ടുപേരൊക്കെ ഇട്ടാ? ഇല്ല. വീട്ടുപേര് പേരുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ പ്ലാൻ ചെയ്ത ഒരു പേരുണ്ട്. പറയട്ടെ? ഓ പറ. മാതാവില്ല. എന്താ? മാതാവില്ല. മാതാവില്ല. എന്നിട്ട് വേണം പിതാവ് ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ആൾക്കാർ വരാം. ഞാൻ പറയണതേ, ഇണങ്ങുന്ന ഒരു പേരുണ്ട്. ഇണങ്ങുന്ന പേര് എന്താണ്? സുന്ദരിയായ ഒരു ഭാര്യയൊക്കെ ഉള്ള ചേട്ടൻ. സുന്ദരിയാ അല്ലേ? നിങ്ങൾക്കല്ലേ ഇത്ര നാളായിട്ട് അത് തോന്നാത്തത്? പേരെന്താ? ആര്യ. ആര്യ. ആര്യഭവൻ. എന്താ? ആര്യഭവൻ. എന്നിട്ട് വേണം തമിഴന്മാര് വന്നിട്ടുണ്ട് മസാല ദോശ ഉണ്ടോ എന്ന് ചോദിക്കാൻ. ആര്യഭവൻ ഹോട്ടലാണെന്ന് വിചാരിക്കും. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ മാതാവിലേക്ക് മുമ്പ് വേറൊരു പേര് പ്ലാൻ ചെയ്തില്ലേ? അത് ഇടാം നമുക്ക്. എന്താണ്? അരയന്നങ്ങളുടെ വീട്. എന്തോന്ന്? അരയന്നങ്ങളുടെ വീട്. പിടിച്ചേ, നേരെ നോക്കിക്കേ. അരയന്നങ്ങളുടെ വീടല്ലേ? മൂങ്ങയുടെ കൂടെ നിടാം. ഈ മുഖത്ത് നോക്കി അരയന്ന എടി കേറി പൊടി എടുത്തിട്ട് ആധാരം ഇങ്ങോട്ട് കാണിച്ചേ. അപ്പുറത്ത് വെച്ചിരുന്ന ആ അലക്കുന്ന പൊടി എവിടെ? അലക്കുന്ന പൊടി ഏതാ? നീലറ്റിനകത്തിരുന്നു അലക്കുപൊടിയായിരുന്നു അത്. എന്റെ ദൈവമേ, ഔലോസ് പൊടിയാന്ന് പറഞ്ഞോണ്ട് പഞ്ചാര ഇട്ട് ഞാൻ തിന്നല്ലോ. നീ അത് പോയി അത് വെച്ചേ. ചേച്ചി, നിങ്ങൾ പണ്ട് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന വീടില്ലേ? അവിടെ നല്ലൊരു അമ്പലം ഉണ്ടല്ലോ, കിടക്കൻ. ഭയങ്കര പ്രത്യേകതയുള്ള അവിടെ. എല്ലാ ദിവസവും അന്നദാനം ഉണ്ടല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന വഴി അവിടെ എഴുതി വെച്ചേക്കണ ആന കൂട്ടുന്നു. എന്താണ്? അതെങ്ങനെ നിർത്താതിരിക്കും? ഈ പുള്ളി എന്നവിടെ അന്നദാനത്തിന് ചെന്നോ അന്ന് തൊട്ട് അവര് പേര് മാറ്റി ആനയൂട്ടൊന്നാക്കി. രണ്ടും കണക്കാണ്. ആന പോയാലും ഇങ്ങനെ പോയാലും കണക്കാണ്. ആധാരം എഴുതാൻ ചെന്നപ്പോ പുള്ളിനെ കിട്ടിയില്ല. അപ്പൊ പിന്നെ ഒരു പെന്തക്രോസ് പാസ്റ്ററെ കൊണ്ട് എഴുതിച്ച. അതുകൊണ്ടാ ഇങ്ങനെ. മണിമല നിന്നും വടക്ക് മാറി തെക്ക് ദൈവ സാന്നിധ്യമുള്ള 36 സെന്റ് എന്ന് പ്രാർത്ഥിച്ച് മാറിക്കിടക്കുന്നു. ബ്രദർ രാജന്റെ മകൻ പാസ്റ്റർ ബാബു 10 സെന്റ് ടിയാന്റെ സുഹൃത്ത് ദൈവസ്പർശമേറ്റ ബ്രദർ സോമന് കൊടുത്തിരിക്കുന്നു. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുമ്പോൾ ഇരു കൈകൾ ഉയർത്തി പറയുക, ആധാരം ആധാരം ആധാരം. എന്നെ കൊടുത്തിരിക്കാൻ ഇത് ഉമ്മ പെന്തക്കോസ് പാസ്റ്ററെ കൊണ്ട് എഴുതിക്കൊണ്ട് വന്നു വെച്ച് ഞാനില്ല. അതും കൂടി കൊണ്ടുവച്ച അതുപോലെ കൊണ്ടുവച്ചു. ഏതായാലും ആധാരം കിട്ടിയാ പോരെ? അത് ശരി. അപ്പൊ കേട്ടോ, കാണാം കേട്ടോ. മുതലാളി 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 ഈ വീട് വിറ്റ? വിറ്റ്. എത്ര രൂപയ്ക്ക് വിറ്റ്?
ആരോടും പറയണ്ട, ലാഭമായി പോയി. എത്ര രൂപ? 5 ലക്ഷം രൂപ. അയ്യോ, എന്റെ മുതലാളി 5 ലക്ഷം രൂപയ്ക്കാ വിറ്റത്. മുതലാളി പത്രം ടി വി ഒന്നും കാണാൻ കഴിയില്ലേ? കാര്യം പറയണ്ട, 5 ലക്ഷം രൂപ ഏതോ ഒരു കിഴങ്ങനൊരു ആനയെ പോലെ ഇരിക്കുന്ന ഒരാള്. എന്റെ മുതലാളി വഴി മെട്രോ ട്രെയിൻ വരുന്നെന്ന്. നാളേക്കൂടെ പോട്ടത്, മെട്രോ ട്രെയിൻ പോട്ടത്. അയ്യ, അതല്ല മുതലാളി, ഇതുവഴി മെട്രോ ട്രെയിനിന്റെ പാളം വരുന്നുണ്ട്. അതിന് അതുകൊണ്ട് ഗവൺമെന്റ് ഒരു സെന്റിന് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പോണെന്ന്. 5 ലക്ഷം. അയ്യോ മൊബൈൽ എടുത്തില്ലല്ലോ, മൊബൈൽ ഉണ്ടായിരുന്ന വീട്ടിൽ വിളിച്ച് പറയായിരുന്നു. മുതലാളി, അയ്യോ മുതലാളി, ചത്താ മുതലാളി? കത്തില്ലടാ. എണീര്. എടാ, എന്നാലും ഇതിന് എത്ര ലക്ഷം രൂപ? ഒരു സെന്റിന് 5 ലക്ഷം രൂപ. മൊത്തം എത്ര സെന്റ് ഉണ്ട് മുതലാളി? 10 സെന്റ്. 50 ലക്ഷം രൂപ കിട്ടിയാണ്. 5 ലക്ഷം രൂപയ്ക്ക് കിഴങ്ങ് കണക്ക് വിറ്റല്ല മുതലാളി. 5 ലക്ഷം രൂപക്ക് വീട് കൊടുത്ത്. ഓ, എന്റെ മുതലാളി 50 ലക്ഷം രൂപ കിട്ടിയാണ്. എടാ, എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണല്ലേ? അയാളോട് പോയി ചോദിച്ചു തരുമെന്ന് ചോദിച്ചാൽ. അങ്ങനെ ചോദിച്ചാൽ തരുമോ അവര്? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചു പിടിച്ചു തരാം. പക്ഷെ എനിക്ക് കമ്മീഷൻ തരണം. കമ്മീഷൻ തരാം. 50 ലക്ഷം രൂപ കിട്ടൂല്ലേ? 5 ലക്ഷം രൂപ നിനക്ക് കമ്മീഷൻ തന്നേക്കാം. 5 ലക്ഷം രൂപ മുതലാളി എന്റെ വാ. നമുക്ക് 2-3 ഐഡിയയിലൂടെ നമുക്ക് ഒരു പുറത്തിറക്കാൻ നോക്കാം. എങ്ങനെയാലും വെളി ഇറക്കിയാൽ അങ്ങനെ വിട്ടാ കൊള്ളില്ല. എനിക്ക് തരുമല്ല. 5 ലക്ഷം രൂപ തരും. മധുരസേവയെന്ന് പേര്. എന്റെ ചേട്ടാ അതിങ്ങ് അത് പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോ കൊടുക്കാനുള്ളതാ. പിള്ളേർക്ക് വേറെ കട കിട്ടും. ഇങ്ങ് താരാൻ. ഹലോ ചേച്ചി, ഹായ്, ഹൗ ആർ യു? ആരാ? ഇവിടെ വീട്ടിലെ ഓണർ. ദേ ഇരിക്കുന്ന ചേട്ടാ. ദേ നോക്ക്, ഇത് വീട്ടിലെ ഭർത്താവാ എന്റെ. ഞാൻ വിളിച്ച് കുബേർ കുഞ്ചി വെളിയിൽ കൊണ്ട് വെച്ചിരിക്കും. ഒന്ന് നാട്ടി. ആ കറക്റ്റ് കുബേർ കുഞ്ചി, ആ ഷേപ്പ് ആണല്ലോ. അല്ല നിങ്ങളിപ്പോ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ KNK കമ്പനിയിൽ നിന്ന് വരികയാണ്. എന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. തിന്നാനുള്ളതാ? തിന്നാനുള്ളതല്ല, ഇത് വീട്ടിലെ ഒരു ഉപകരണമാണിത്. തിന്നാനുള്ളതല്ല, പിന്നെ എന്തോന്ന് കൊണ്ടുവന്നത്? സാർ തിന്നുന്ന കാര്യം വിചാരിക്കരുത്, ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതെന്റെ പേരാണ് വാക്യൂം ക്ലീനർ. ഇതിന്റെ ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. സാർ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. മേഡം കേൾക്കൂ പ്ലീസ്. വേണ്ട വേണ്ട, ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് പുതിയ വീടാ. മേഡം എന്ത് സുന്ദരിയാണ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കേൾക്കൂ, ഇത് ഞങ്ങളുടെ വാക്യൂം ക്ലീനർ വെറും 999 രൂപ മാത്രം. സാർ കേൾക്കണം, സാർ കേൾക്കണം. എനിക്ക് കേൾക്കണ്ട. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് ഈ വീടിനകത്ത് എവിടെ പറ്റിയാലും നമ്മൾ ഇതിലോട്ട് തുടച്ചെടുക്കാം. എടാ, അതൊന്നും വേണ്ട. ഇല്ലെങ്കിൽ അഴുക്ക് ഈ വീട്ടിലില്ല, ഇത് പുതിയ വീടാ. അഴുക്കുണ്ടെങ്കിൽ ഇത് നമുക്ക് തുടച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് വന്ന് നക്കിയെടുക്കും. എങ്ങനെ നക്കിയെടുക്കും ഇത് അഴുക്ക് പോയില്ലെങ്കിൽ. അങ്ങനെ പ്രത്യേകതര ഉപകരണമാണ്. വെറും 900. സാർ നിർത്ത് സാർ. എടാ, ഇത് വേണ്ട. സാർ 999. സാർ ഒന്ന് പറഞ്ഞു ഞാനൊന്ന് കാണിച്ചു തരാം. വേണ്ടെന്ന് സാർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അഴുക്ക് ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ അഴുക്ക് ഞങ്ങളുടെ കമ്പനി അയ്യോ വേണ്ട, ഇതെന്താ ഈ കാണിക്കുന്നത്? ഇത് പുതിയ വീടാ ഞങ്ങളുടെ. അങ്ങനെയല്ല, അങ്ങനെയല്ല. അതിന്റെ നിങ്ങൾ എടാ, തിന്നോണ്ടിരുന്നോ? വേണ്ടെന്ന് പറഞ്ഞില്ല. ഇത് നമ്മൾ അഴുക്ക് സാർ കണ്ടല്ലോ, ഇത് ഇതാണ് ചെളിയാണ്. ഇത് ഞങ്ങൾ സ്വിച്ച് ബോർഡ് എവിടെ സാർ? ചുറ്റുപാട്. എടാ, ഇതൊന്നും വേണ്ടത്. ഇതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? കണ്ടേ എന്ത് നല്ല ഞാൻ ഭയങ്കര പൈസയൊക്കെ ആയിരിക്കും. കേൾക്കണം സാർ. എടാ, വേണ്ടെന്ന് പറഞ്ഞു. സാർ പറയണ കേക്ക്. രാവിലെ കഷ്ടപ്പെട്ട് ഞാൻ തുടച്ചിട്ടതാ. സാർ 999 രൂപ. ഇതിപ്പോ ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എടാ, നക്കിയെടുക്കാം. നിന്നോടാ പറഞ്ഞ ഇത് വേണ്ടെന്ന്. എന്ത്? ആ സ്വിച്ച് ഒന്ന് ഇടുന്നു. സ്വിച്ച് അതിന്റെ എന്റെ കയ്യിൽ തന്നെ കുരുവോ? നിനക്ക് കിട്ടാലെന്ത്? ഞാൻ ഇടാം. കമ്പനിയിൽ നിന്ന് എടുത്ത് പോണേതാണല്ലോ. എന്ത് പറ്റി? കറണ്ട് പറഞ്ഞില്ലേ ഇതിനകത്തോട്ട്? ഇതിലോട്ട് ഇങ്ങനെ സപ്ലൈ പറഞ്ഞില്ലേ? എന്നാലും എടാ നാറി, ഒരാഴ്ചത്തേക്ക് ഇവിടെ കറണ്ട് ഇല്ലെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. നിന്നോട് ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞ ഇവിടെ വേണ്ട വേണ്ട വേണ്ട. ഇനി കറണ്ട് വരണമെങ്കിൽ ഒരാഴ്ച കഴിയും. നീ എവിടുന്ന് വരുന്നു? മറ്റേ KNK കമ്പനിയിലെ എക്സിക്യൂട്ടീവ്. എടാ, KNK നീ അതിനകത്ത് വേറെ ഒന്നോട് പറഞ്ഞല്ലോ ലാസ്റ്റില് 999 രൂപയാണ്. പിന്നെ ഇത് ചള്ള മാറിയില്ലെങ്കിൽ ഞങ്ങള് നക്കിയെടുക്കും. KNK നക്കി നക്കിയെടുക്കടാ. അല്ല അത് വേണ്ട. എടി നക്കിയെടുക്കടാ. ഇല്ല, നമ്മള് അങ്ങനെ വെറുതെ പരസ്യം ഒന്ന് വെറുതെ പറഞ്ഞതാണ് ഞങ്ങളുടെ കമ്പനി പ്രോഡക്റ്റ്. കമ്പനി കൊണ്ടുപോ. കമ്പനി ഊക്കടിയതല്ലേ കൂടെ. ഇനി ഇതൊക്കെ എനിക്ക് വയ്യ. സുന്ദരി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ കയറ്റി അങ്ങോട്ടുണ്ടാക്കി. നല്ല ചെറുപ്പക്കാരൻ. എന്തിനാ നീ നാട്ടുകാരൻ അടിയും മേടിച്ചോണ്ട്? അണ്ണാ BA എക്കണോമിക്സ് ആണ് ഞാൻ അന്തസ്സായി ജോലി ചെയ്തുകൊണ്ട് എന്നെ വിട്ട ഒരൊറ്റ അടിയെന്ന് എന്റെ കുറുക്കിൽ. ഞങ്ങളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയാണ്. നാക്കൂൺ നക്കിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നക്കാത്തോണ്ട് എന്നെ അടിച്ചതാ. ഈ വീട്ടിലെ തടിയനാ? ഓ, നീ എന്താ തിരിച്ചടിക്കാത്ത? അടിച്ചു കൊടുത്തവനെ വെളിയിറക്കി ഒതുക്കണ്ട അവനെ. ആ ഒട്ടവറാങ്ങിന്റെ കുട്ടി എന്നെ കൈ കിട്ടിയത് നോക്കിയെന്നെ. നിനക്ക് അയാൾ അടിച്ച് വെളിയിറക്കണം. അത്രേ ഉള്ളൂ. പ്രതികാരം ചെയ്യണം എനിക്ക്. തന്നെ നമുക്ക് അയാളുടെ പ്രതികാരം ചെയ്യണം. നീ നമ്മളുടെ കൂടു. എന്താണ്? അതായത് നമ്മൾ ഈ മുതലാളിയുടെ വീട് പുള്ളിക്ക് കൊടുത്ത് വെറും 5 ലക്ഷം രൂപയ്ക്ക്. കിഴങ്ങനാണ് ഈ മുതലാളി. പക്ഷെ ഇവിടെ മെട്രോ ട്രെയിൻ വരുന്നോണ്ട് ഈ സെന്റിന് 50 ലക്ഷം രൂപ കിട്ടും. 50 ലക്ഷം. എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് തിരിച്ചു പിടിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. എന്റെ ബുദ്ധി BA എക്കണോമിക്സ് അല്ലേ? ബുദ്ധി ഭയങ്കരമാണല്ലോ. തിരിച്ചു പിടിച്ചു കൊടുത്താൽ പുള്ളി നിന്നെ കമ്മീഷൻ. അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചുതരാം അവന്റെ. അപ്പൊ നമുക്ക് പറയുന്നത്
പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പേടിപ്പിച്ച് പുള്ളിയെ പുകച്ച് പുറത്തി അടിച്ചാലും കറക്റ്റാ. ഇന്നത്തെ കാലത്ത് സിനിമയിലെ കണ്ടിട്ടില്ല നമ്മൾ പ്രേതം ഉണ്ടെന്ന്. പ്രേതമുള്ള വീട്ടുകാരെ താമസിക്കില്ല. കറക്റ്റാ. അതാണ് നല്ലത്. അപ്പൊ പ്രേതമായിട്ടൊന്നും ഒരു പെണ്ണിന് ഇറങ്ങണം. ഇവിടെ കിടക്കുന്ന ഞാൻ- ഒരു സമയമില്ല നിങ്ങൾ വാ. എവിടെ പോണം? അയാൾ ഞാൻ എന്റെ വീട് വരെ പോയിട്ട് എന്റെ ഭാര്യ വിളിച്ചോണ്ട് നല്ല പ്രേതമുള്ള അവളെ. അതൊന്നും പോലെ സമയമില്ല. പിന്നെ ഞാൻ പണ്ട് ഫാൻസി ഡ്രസ്സിനൊക്കെ ഒരുപാട് മേക്കപ്പ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് ഒരാളെ പെണ്ണായിട്ട് മേക്കപ്പ് ചെയ്താലോ? ആരെ മുതലാളിയെ കണ്ടിട്ട് നല്ലൊരു പ്രേത ലുക്ക് ഉണ്ട്. കറക്റ്റാ. പ്രേത ലുക്ക് കറക്റ്റാ. ഇതല്ലേ ഇത്? ഇങ്ങനെ അടിച്ച് ഇത് വെള്ള സാരി. ഇതെന്തിനാണ് ഇപ്പൊ മുതലാളി അഡ്ജസ്റ്റ് ചെയ്ത് മുതലാളി ഇതൊക്കെ ഒന്ന് കൊടുത്താ. എങ്ങനെയെങ്കിലും അയാളെ പേടി പിന്നെ പേടിപ്പിച്ച് മുതലാളി കാര്യം നടന്നാൽ പോലെ. നീ ബാക്കിയുള്ള സാധനം പറയാം. ഞങ്ങൾ ഒരാൾ ഞാനല്ലല്ലോ പറയുമ്പോൾ എക്സിക്യൂട്ടീവേ നമ്മൾ BA എക്കണോമിക്സ് അല്ലേ? കറക്റ്റ് പിടിയിട്ടു. ഇത് മതി. അത് മതി. ഇത്രയും കിടക്കണം. ഇതാകുമ്പോൾ റോഡ് തൂക്കുകയും ചെയ്യാം. സൂപ്പറാണ്. വാടകം എക്സ്ട്രാ തരണം കേട്ടോ. ഇത് കൊടുത്തോ. അല്ല പെണ്ണുങ്ങൾ നിനക്കല്ലടാ, അവിടെ വെച്ചോടാ. മുതലാളി ചെയ്യാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരിയുടെ അറ്റം പിടിക്കണം. അറ്റം പിടിച്ചിട്ട് കറങ്ങി 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 പോകണം. എന്നാലും പ്രേതത്തിന്റെ ഫീൽ കിട്ടും. ഇവിടെ നിന്ന് കറങ്ങണം. മനസ്സിലായോ? ഓക്കെ, നന്നായിട്ട് കറങ്ങണം. പാട്ടിടണ്ടേ? പാട്ടാ. പിന്നെ പ്രേതം പോകുമ്പോ പാട്ട് വേണ്ട. പാട്ട് വേണം. ഞാൻ മൊബൈലിൽ ഇട്ട് തരാം. എത്ര പാട്ടുകൾ നമ്മൾ പ്രേതത്തിന്റെ പാട്ട് ഇട്ടേ. പ്രേതത്തിന്റെ അല്ലേ? പാട്ട് ഏതിലെ പാട്ട്? പ്രേമം ഉള്ള പാട്ട് പറയുന്നത്. എടാ ഇത് പ്രേത സിനിമയിലെ പാട്ടാ. പ്രേത സിനിമയിലെ പാട്ട് എന്റെ മൊബൈലിൽ അങ്ങനെ പറഞ്ഞത്. പാട്ടില്ലല്ലേ? എന്റെ പാട്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം. എന്ത്? ഞാൻ പാടാം. നീ പാടൂ. പണ്ട് മ്യൂസിക് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. ഏത് പാട്ടാണ്? ഞാൻ പാടാം. കറക്റ്റ് പൊക്കോണം കേട്ടോ. കറങ്ങി കറങ്ങി പൊക്കോണം. ഒരു പാട്ട്. പൂക്കൾ മിഴിനീർ പൂക്കൾ. ഞാൻ വല്ലയിടത്ത് വെച്ചിട്ട് എന്തോന്നാ വളയ്ക്കാൻ പോകുന്നതല്ല അത്. പിന്നെ പേടിപ്പിക്കാൻ പോണേന്ന്. അതേത് പാട്ട്? നിഴലായി. കറങ്ങി എങ്ങനെ നടക്കണം? അണ്ണൻ ചെന്ന് നടന്ന് പെണ്ണ് അണ്ണ ഒന്ന് കാണിച്ചു നടക്കണെന്ന് കാണിച്ച്. കൊള്ളാം. ബേക്ക് കണ്ട കറക്റ്റ് പെണ്ണ് ഞാൻ കേട്ടോ. പോയി പേടിപ്പിക്കണം. അണ്ണ അണ്ണ രണ്ട് കറക്കം, 2 or 3 കറക്കം. നീ നിഴലായി നീട്ടിക്കോളാം. നീ ഇവിടെ നിഴലായി റെഡി. മുതലാളി ഇവിടെ. മുതലാളി മുതലാളി എന്തോറ്റി? കറക്കം കൂടി പോയി. കറങ്ങണ പോലെ കറങ്ങാനല്ലേ ഇങ്ങോട്ട് വാങ്ങിട്ട് ഇവിടെ നിന്നായി 2 വരി പാട്ടൊക്കെ പാടും. അപ്പൊ അയാൾ വരും. അയ്യോ എന്റെ മുതലാളി പ്രേതങ്ങൾ പോകുന്ന പോലെ പതുക്കെ കറങ്ങി 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 പോയി അവിടെ ചെന്ന് പേടിപ്പിക്കണം. പേടിപ്പിച്ചേ ഉള്ളൂ. നീ ബാക്കി പാടാൻ അങ്ങോട്ട്. ഒഴുകി വരും യാമങ്ങൾ തോറും കൊതി തീരുവോളം ഈ മുതലാളി അയാളെന്നെ പേടിപ്പിച്ച്. മുതലാളിയല്ലേ പ്രേതം? ഇത് അയാൾ തിന്നോണ്ടിരിക്കണല്ലേ അത്? ഒന്ന് പോയി പേടിപ്പിന് മുതലാളി. എങ്ങനെ പോയി പേടിപ്പിക്കും? ഇത് പൊളിഞ്ഞു. ഇങ്ങോട്ട് വാ. സാരി കഴി, സാരി കഴി. സാരി കഴി. സാരി അഴിച്ച് മാറ്റാൻ സാരി. നോക്ക്. ഇത് ഏക്കൂല, പ്രേതം ഏക്കൂല. വേറെ എന്തെങ്കിലും പരിപാടി വാ. അടുത്ത ഞാൻ പറഞ്ഞുതരാം. വില്ലൻ ആര് വില്ലൻ? ഗുണ്ട ആര് ഞാനാ? മുതലാളി. ശ്ശേ, പിന്നെ പേടിക്കോ അവൻ? പിന്നെ നീ ഇതെല്ലാം കരുതിക്കുട്ടി വന്നേക്കല്ലേ? ഒരു വില്ലന്റെ മീശ വരച്ചു കൊടു. ഒരു വില്ലന്റെ മീശ വരച്ചു കൊടുറേ. ഇപ്പൊ നേരത്തെ എനിക്കല്ലടാ അവിടെ വരച്ചു കൊടുറാ കിഴങ്ങ. വില്ലന്റെ മീശ അങ്ങനെ ഇരിക്കും. W വരാ W. വരെ പെട്ടെന്നാട്ടെ. ഇല്ലേ? ഇവിടെ വിരട്ടണോടാ. എന്റെ വീട്ടിൽ നിന്ന് ഓ, ഇറങ്ങാൻ ഇറങ്ങാൻ പോണം. ഒരു ഗാംഭീര്യം വേണം. മൂത്ത് ഗാംഭീര്യം വേണം. അണ്ണ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അണ്ണ വില്ലനാണ്, അല്ലാതെ ഒരുമാതിരി മറ്റേ നടക്കാൻ മതി. ഇങ്ങനെ തിരിഞ്ഞു വന്നാണ് വില്ലൻ. തിരിഞ്ഞ് തിരി പീഡിപ്പിക്കാൻ പോകാനല്ല പറഞ്ഞത്. വില്ലന്മാരൊക്കെ ഇപ്പൊ പീഡിപ്പിക്കല്ലേ? ഞാൻ പോയി ഗാംഭീരോട്ട് പിടിച്ചാണ് വലിച്ചു കയറ്റ്. മൊത്തം ശരീരത്തോട് കയറ്റ്. കറക്റ്റ്. അപ്പുറത്താണെന്ന് തോന്നുന്നു ബാത്റൂം. പോയാ നോക്കിയിട്ടൊന്നും കാര്യമില്ല. തരൂ ഞാൻ പേടിപ്പിക്കാം. ഇപ്പൊ പോയി. അതിനകത്തോട്ട് വരുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തോടാ. ആരാ അടി 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 അടി. അവനടിക്കോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തോടാ. ആ പാട്ട് അങ്ങനല്ല. കൈ 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 വെക്കിടാ വെക്കിടാ. അങ്ങനെ എന്താ എന്താ എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നാ. ഒന്നുമില്ല, വെറുതെ വന്നാ. ഏതാടാ ഇവന്? അപ്പുറത്ത് പോയി തിന്നാൻ പറയുന്നത്. മുതലാളി ഇതൊന്നും നടക്കൂല. നേരിട്ട് പോയി പട്ടി കരയും പോലെ കരഞ്ഞ് കാര്യം പറയാം. നമുക്ക് കാര്യം പറയാം. കാര്യം പറ. അതെ സുഹൃത്തെ. വിളി വിളി. ഹലോ.
ഒന്നിങ്ങനെ ഞാൻ നിങ്ങൾക്ക് വീട് തന്ന ആളാണേ, അറിയാലോ. അതെ, ഒരു കാര്യം പറയാണ്ടിരിക്കും. എന്റെ ഭാര്യ മക്കൾ സമ്മതിക്കണില്ല. ഞാൻ ഈ വീട് കൊടുത്തതിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഈ വീട് തിരിച്ചു തന്നെ. ഞാൻ 5 ലക്ഷം രൂപക്കാണ് നിങ്ങൾക്ക് വീട് തന്നത്. 5,500,000 രൂപ കൂടുതൽ തന്നേക്കാം. 10 ബിരിയാണി മേടിച്ചു. അതെങ്ങനെ ശരിയാവും? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി മേടിച്ചു തന്ന വീടാ. ഞാൻ തന്നതല്ലേ, തന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. 2 ദിവസമായാലും ഞങ്ങൾ ഈ വീട് വിട്ടു തരുന്ന പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 7 ലക്ഷം രൂപ 25 ബിരിയാണി. 7 ലക്ഷം അല്ലെ 8 ലക്ഷം രൂപ വന്നാലും ഞങ്ങൾ ഈ വീട് തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയല്ലേ, ഇതിലെ കൂടെ മറ്റേ മെട്രോ ട്രെയിൻ പോകണമാണ്. സെന്റിന് 5 ലക്ഷം രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്ലീസ് 50 ലക്ഷം രൂപ കിട്ടും. മെട്രോ ട്രെയിൻ എപ്പോഴറിഞ്ഞു? ഞാൻ ഇവർ വന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആധാരം തരിക. എടാ വേട്ടാവളിയ മുതലാളി, 1 മാസങ്ങൾക്ക് മുമ്പ് ഇതുവഴി മെട്രോ ട്രെയിൻ വരുന്നെന്ന് എന്റെ അച്ഛൻ, അതായത് ഇവിടെ അച്ഛൻ അറിഞ്ഞു. അന്നോട്ട് ഇവിടെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന വീടും പുരയിടമാണ് ഇത്. ഞങ്ങൾക്ക് മറിച്ച് വിറ്റ് വീണ്ടും നന്നായിട്ട് ജീവിക്കാൻ. അപ്പൊ തിരിച്ചു തരൂല്ലേ? തരില്ല. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്ക് ജ്വല്ലറിയുടെ ഈ മനോഹരമായ എപ്പിസോഡിൽ ഇനി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഷോർട്ട് ബ്രേക്ക്. കാര്യങ്ങളൊക്കെ പറയണ്ട. അവിടെ മായി നോക്കിട്ടെന്ന് കഴിഞ്ഞാൽ സമയത്ത് ക്ലാസ്സിന് മനസ്സിൽ ഭക്ഷണം കൊണ്ടുവന്നത് പൊളിച്ചിടണം കേട്ടോ. ഇതെല്ലാം കൂടെ കുറച്ചേരം റെസ്റ്റ് ചെയ്ത് പോകും. എന്ത് കഷ്ടമെന്ന് പറയണ, ഒറ്റ മനുഷ്യനിവിടെ ഇല്ല. നമ്മളെങ്കിലും സമയത്ത് വരുന്നുണ്ടല്ലോ. അയ്യോ സൂര്യ, നിന്നെ ഇപ്പൊ വാട്സപ്പിലൊന്നും കാണാനില്ലല്ലോ. വാട്സാപ്പ് അപ്പം കണ്ടു. അപ്പോഴെപ്പോഴും കാണാൻ വേണ്ടിയില്ലേ ഫോട്ടോ ഒക്കെ അയക്കുന്നത്? അതല്ല, മെസ്സേജ് അപ്പം കണ്ടു. അപ്പം കാണുകയും ചെയ്തു, ആപ്പിലാവുകയും ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ആപ്പിലാവാതിരിക്കുക. അയ്യോ എന്തോ ചെയ്യണം. നിന്നെ ഇറങ്ങിയിട്ട് ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. നീ ഇന്നലെ ഓഫ്ലൈനിലായിരുന്നല്ലോ. ഞാൻ 2 അടിക്കാൻ ഓഫായി പോയി. അങ്ങനെ അല്ല ഇന്നലെ ഞാൻ നെറ്റ് കട്ടായി പോയടാ. അയ്യോ എന്റെ നെറ്റ് കട്ടായി പോയ ഭയങ്കര കൊതുക് ശല്യമായിരുന്നു. നെറ്റ് കട്ടായാലും എങ്ങനെയാടാ കൊതുക് ശല്യം വരുന്നത്? പിന്നെ ജനൽ അടിച്ചു വെച്ചേക്കുന്ന നെറ്റ് കട്ടായി കഴിഞ്ഞാൽ കൊതുക് കടത്തില്ല. നിനക്കത് സൂചിച്ചില്ലായിരുന്നു. നോക്കിയിരിക്കണേ, അവളെ കണ്ണിന്റെ കൃഷ്ണമണിയൊന്നും നിന്റെ നെറ്റിലടിച്ച് തലവെട്ടി പോയി. അയ്യോ പേടിച്ച് അതുകൊണ്ടല്ല, അവിടെ കണ്ണു കണ്ട് പേടിച്ചിട്ടല്ല, അവിടെ പല്ല് കണ്ട് പേടിച്ചിട്ടാ. പഠിക്കാൻ പറ്റുന്ന പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിളേരെ ഫാഷനാ ഈ പല്ല് കമ്പിയൊക്കെ ഇട്ട് സ്റ്റൈലിൽ നടക്കുന്നത്. വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വലിയ പഠിത്തക്കാര് ഇവിടെ ആര് ബഹളം വെച്ചു? ബഹളം വെച്ചില്ലായിരുന്നു ഞാൻ സൈലൻസ് പറയും. അത് കാരണം ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പാള്, എനിക്ക് സൈലൻസ് പറയാനുള്ള അവകാശമുണ്ട്. അതായത് നന്നായി. പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി പ്രിൻസിപ്പാളാണെന്ന്. ഒരു കാര്യം ചെയ്യും സാറേ, പെട്ടെന്ന് നാട്ടുകാർ കൂടെ മനസ്സിലാവാൻ വേണ്ടി ഒരു ബോർഡ് എഴുതി കഴുത്തി കെട്ടി തൂക്കിട്ട് അപ്പൊ എല്ലാവർക്കും അറിയാലോ ഞാനാണ് ഈ കോളേജിന്റെ പ്രിൻസിപ്പാളെന്ന്. അത് വലിയ കാര്യമായിരുന്നല്ലേ സാറിന് ഞങ്ങൾക്കൊരു സമ്മാനം ഉണ്ടോ കേട്ടോ. സാറേ എഴുതിയാണ് ഞാനാ സാറേ. എടുക്കണേ അവനെ എടുക്കണേ. നേരെ ഇനി സാർമാരെ തോന്നിയാൽ കേട്ടോ. സാറേ എബ്രു സാർ ഈ കോളേജിന്റെ ഐശ്വര്യം എന്നല്ലേ സാറേ ഞാൻ എഴുതിയുള്ളൂ. എടാ ഞാൻ പറഞ്ഞു എന്നെ എബ്രു സാറെന്ന് വിളിക്കരുതെന്ന്. പിന്നെ എടാ ഈ ട്യൂട്ടോറിയൽ കോളേജിന്റെ പേരെന്തുവാ? തച്ചേരിൽ ട്യൂഷൻ ഹോം. അപ്പൊ ഇങ്ങനെ പറയണ, തച്ചേരിൽ ട്യൂഷൻ സെന്ററിന്റെ അഭിമാനമായ പ്രിൻസിപ്പാൾ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ എബ്രഹാം തച്ചേരിൽ. അങ്ങനെ വേണം പറയാൻ. പക്ഷെ ഞങ്ങൾ എബ്രു സാറെന്നേ വിളിക്കുള്ളൂ. നിന്നൊക്കെ കുരുവടക്കാൻ നീയൊക്കെ അങ്ങനെ വിളിക്കത്തുള്ളൂ. പിന്നെ നോക്ക്, ആരെന്ന് മനസ്സിലായ? ഇതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അത് വലിയൊരു കണ്ടുപിടുത്തമായി പോയിട്ടാ. അവനെ മാത്രമേ അത് പിടിക്കാൻ പറ്റില്ല. എടാ ഇത് നോക്കണ സൂക്ഷിച്ചത് ആരെന്ന് മനസ്സിലായി എനിക്ക്? നിന്റെയൊക്കെ കൂടി സരസ്വതി വിദ്യാലയത്തിൽ പഠിക്കാൻ വന്ന പുതിയ വിദ്യാർത്ഥിനിയാന്ന്. പുതിയ അഡ്മിഷൻ. ഹലോ, ഹൗ ആർ യു? ഹായ് 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 തന്നെ ഹായ്. എന്താ? ഹലോ അത് തന്നെ. എന്തുവാ സാറേ? എന്താ നീ പറയുന്നത്? എന്താ സാറ് ഒരു ഇടങ്ങാറ് പഠിച്ചു. ഹലോ ഹായ്. ഹായ് ഹായ് ഹായ്. സാറെന്തിനാ ഹായ് പറയുന്നത്? അയ്യോ എന്നോട് ഹായ് പറഞ്ഞാൽ ഞാൻ തിരിച്ച് ഹായ് പറയും. സാറിനോട് ഞാൻ ഹായ് പറഞ്ഞില്ല. പിന്നെ ഞാൻ ഇവളോടാ പറഞ്ഞേ. മര്യാദക്കാണെങ്കിൽ അവിടെ പോയി അവിടെ ഇരിക്കുന്നു. നീ അവിടെ പോയി. അല്ല സാറേ, ഒരു ട്യൂട്ടോറിയൽ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചെന്ന് പഠിക്കാൻ വന്ന കുട്ടികളൊന്നും പരിചയപ്പെടാൻ പോലും സംഭവിച്ചില്ല. കയ്യിലൊക്കെ പറ്റുമോ? എന്തോട്ട് വിഷയം? സുഖം തന്നെ. എന്റെ പേര് മനോജ്, 4ാം വർഷം. എന്റെ പേര് ജോണ്ടി, 5ാം വർഷം. ഹായ്, എന്റെ പേര് സിസി. ഞാൻ സൂര്യ, 2ാം വർഷം. ഞാൻ 1ാം വർഷം. 1ാം വർഷം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്തോ തോന്നുന്നേ? ഇപ്പൊ നിങ്ങൾ ഇവർക്ക് 1ാം വർഷവും 2ാം വർഷവും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ MA 2ാം വർഷം, BA 2ാം വർഷം, അതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിൽ. അതൊന്നും അല്ല.
10ാം ക്ലാസ് 10 തവണ തോറ്റ്. എന്നിട്ട് പൈസ തരാതെ എൻ്റെ ഈ കോളേജിൽ പഠിക്കുന്ന പന്ന പട്ടികളെ ഇവന്മാർ അറിയാവോ? എന്നിട്ട് അവർ 1ാം വർഷവും 2ാം വർഷം. സാറേ ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാ, ഞങ്ങളിങ്ങനെ അസഭ്യം പറയരുത് സാർ. അയ്യ, അസഭ്യം ഇതോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇത് അസഭ്യം. അപ്പൊ നിനക്കൊക്കെ രാത്രി എന്നെ പല നമ്പറിൽ നിന്ന് വിളിച്ച് എന്റെ തന്തയ്ക്ക് പറയാം, അതിനൊരു അസഭ്യവും ഇല്ല അല്ലേ? എന്നിട്ട് പറയും സാറേ നമ്പർ മാറിപ്പോയി. സാറേ ഞങ്ങൾ ഫീസ് തരുന്നില്ല, ഒറ്റ കുഴപ്പം മാത്രമല്ല കാണിക്കുന്നുള്ളൂ, ഞങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതാ ഏറ്റവും വലിയ ഉറപ്പാണ്. മര്യാദ പറഞ്ഞ ഫീസ് തരാതെ ഒരുത്തനെ ഞാൻ അവിടെ പഠിപ്പിക്കത്തില്ലേ. നീ ഇരുന്നങ്ങനെ ചിരിക്കണ്ട. യവന്റെ ചിരി കണ്ടാ നിങ്ങൾ വിചാരിക്കുവേ യോ 10ാം ക്ലാസ്സിൽ PG എടുക്കാൻ വന്നതായിരിക്കും അവൻ. ഫീസ് മര്യാദയ്ക്ക് ഫീസ് തന്നില്ല കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നിന്റെ കാര്യം പറയണ്ട കേട്ടാ. ഇവിടെ സംഭവം എന്താ അറിയോ? എവള് 10ാം ക്ലാസ് ജയിച്ചാൽ മാത്രമേ ഇവിടെ കെടുത്തി താരി കെട്ടത്തുള്ളെന്നാ ഇവിടെ കെട്ടാൻ വന്ന് ചെറുക്കം പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നത് നീ 10ാം ക്ലാസ് ജയിച്ചിട്ട് ആ ചെറുക്കം താരി കെട്ടുമെന്ന് ഈ ജന്മത്തിൽ എനിക്ക് തോന്നുന്നില്ല. സാറേ വർത്താനം പറയല്ലേ സാറേ. ഒരു പെൺകുട്ടിയുടെ മുഖത്തൊക്കെ അങ്ങനെ പറയുന്നത് സാറേ. എല്ലാ രക്ഷാർത്ഥങ്ങളും പറഞ്ഞത് SSLC പാസ്സായി കഴിഞ്ഞാൽ സൈക്കിൾ മേടിച്ചു തരാം, ബൈക്ക് മേടിച്ചു തരാം എന്നൊക്കെയല്ലേ. എവളച്ചൻ പറഞ്ഞ എന്താണെന്നറിയോ? നീ SSLC എന്ന് ജയിക്കോ അന്ന് നിന്റെ കല്യാണ ലെറ്റർ അടിച്ചു തരാം. അപ്പൊ കല്യാണ ലെറ്റർ അയാൾ അടിച്ചത് തന്നെ നടന്ന സംഭവം തന്നെ എന്തായാലും. Is committed off the stage as in great tragedies. Therefore, if an evicted boy is to be produced, the dramatist must device a new way. Knocking at the gate. Shut up! ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. നിനക്കെന്താ വെച്ചാൽ തലയ്ക്ക് സുഖമല്ലേ? ഗുഡ് മോർണിംഗ് സാർ എന്തോ അതിനിത്ര ചിരിക്കാൻ എന്താ? സാറ് ക്ലാസ്സിൽ കയറി വരുമ്പോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇത്ര വല്ല തെറ്റാണോ? സാറാ ഇതാ കൊച്ചെ, നീ മറ്റേ ഡൽഹിയിലെ മറ്റേ കുത്തബ് മിനാർ കണ്ടിട്ടുണ്ടോ? അതുപോലെ ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ ഒരു സാധനമായത്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥി. അതെ, മൂത്താപ്പ, ഞങ്ങളുടെ മൂത്താപ്പ. അയ്യോ, ഈ ബുക്കൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സാറായിരിക്കും. ബുക്ക് സംഭവം ശരി, ബുക്ക് തന്നെ. പക്ഷെ ഇത് പഠിക്കുന്ന ബുക്കല്ല, പഠിച്ചതിന്റെ ബുക്കാ. എടാ SSLCയുടെ 15ാമത്തെ സർട്ടിഫിക്കറ്റ് അവൻ അടുക്കി വെച്ചിട്ട് 15 സർട്ടിഫിക്കറ്റ്. ഇതെന്താ സഞ്ജയൊക്കെ ആയിട്ട്? അതെ, വൈകിട്ട് പഠിത്തം കഴിഞ്ഞ് വീട്ടോട്ട് എല്ലാം റേഷനറി വാച്ചിലെ പിള്ളേരും തള്ളം ചവിട്ടി പുറത്താണ്. സാറ് എപ്പോഴും ഫീസ് ഒറ്റ ബഹളം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ വീതും ഉണ്ടെങ്കിൽ വേണേ ഓതിന് പഠിപ്പിക്കാണ്ട് ഞാനിരിക്കുകയാണ്. സാർ ഇവിടെ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ സാറേ? ഞങ്ങൾക്ക് അതെന്തൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത്? ഒന്നുമില്ല, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ അല്ലേ അതിനകത്ത്? എവിടെ അറ്റാച്ച്ഡ് ബാത്റൂം എവിടെ ഇരിക്കുന്നു? സംഭവം 4 ഗീർ ഓല എടുത്ത് മറിച്ചു തന്നാലും ക്ലാസ് റൂമിനകത്ത് തന്നെ അല്ലേ ഞാൻ മൂത്രപ്പുര സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാ ഞാൻ അറ്റാച്ച്ഡ് വേറെ എവിടെ ഉണ്ട് സംഭവം? അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കാര്യമൊക്കെ വലിയ കാര്യം പറയാം. ഇവിടെ പഠിപ്പിക്കാൻ നല്ല സാറന്മാരുണ്ടോ? അതെ, മലയാള അധ്യാപകരില്ല, മലയാളമാരില്ല. എടാ മലയാള അധ്യാപനം ഇല്ല പോട്ട്. അല്ല, ഒന്നാം തരം ഹിന്ദി അധ്യാപനം ഇവിടെ ഒന്ന് ക്ലാസ് എടുത്തല്ലേ ഇന്നലെ? ഹിന്ദി അധ്യാപനം ബൽറാമോ? ബോലോറാം. രണ്ട് ബംഗാളിയെ പിടിച്ച് ഇവിടെ ജോലിക്ക് വന്ന മക്കാട് പണിക്കാരനാ ബോലോറാം, ഹിന്ദിക്കാരൻ. ഇതെന്താ പറയാ? പിന്നല്ല അവനെ പോലെ ഹിന്ദി സംസാരിക്കുന്ന 7 പേർക്ക് ഈ കേരളത്തിലുണ്ട്. ഓ, സമ്മതിച്ചു. അതുകൊണ്ട് അവനെ പണിക്ക് കൊണ്ട് ഇവിടെ ഒന്ന് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ, മലയാള സാറിന്റെ ഇപ്പൊ വരും. ഇതാ ഞാൻ പറഞ്ഞ മലയാള സാറിന്റെ കേസ് എന്ന് വെച്ചാലേ, പുള്ളി ഒന്നെങ്കിൽ സീരിയൽ അഭിനയിക്കണം, അല്ലെങ്കിൽ പുള്ളി മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ല ഇവിടെ ഒന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഇത് സിനിമയിൽ അഭിനയിക്കില്ല, സീരിയൽ അഭിനയിക്കത്തില്ല, പഠിത്തം ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവനെ പ്രാന്തടത്തോളം ഞങ്ങൾക്ക് പഠിക്കണേ. അടുത്ത മാസം ഇവിടെ SSLC പരീക്ഷ ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എപ്പോ ഒന്ന് പഠിപ്പിക്കാൻ എനിക്ക് 16ാമത്തെ വർഷങ്ങളൊക്കെ എഴുതിയെടുക്കണ്ടേ ഇത്? പിന്നെ അല്ല, ഈ വർഷമെങ്കിലും SSLC ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളാരും തീരുമാനം വീട്ടിൽ നിന്ന് എന്നെ മിക്കവാറും പറഞ്ഞു വിടും. ആഹാ, വരുന്നുണ്ടല്ലോ നമ്മുടെ സാറ്. എടേ എന്നാ പിന്നെ സാറിനെ നിങ്ങോട്ട് കയറ്റി വിട്ടാലോ? വ്യത്യസ്തനാമൊരു പാവമാം സാറിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു പാവമാം സാറിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ക്ലാസ് എടുക്കുന്നവർക്ക് തലവനാണീ സാർ, വെറുമൊരു സാറൽ ഇവനൊരു കാലൻ. നല്ല പാട്ട് പാടി അവസാനം കാലനാ ചന്ത ഏത് പള്ളിക്കൂടെന്ന് അറിയാൻ പറ്റി വന്നിരിക്കണം. സാറിരിക്കുമ്പോ ബഹുമാനിക്കണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഇപ്പോഴാണ് വരുന്നത്? അല്ല, ഇന്നലെ ഒരു സിനിമ സാറേ, ന്യായമൊന്നുമല്ല. 10 മണിക്കൂടെ ക്ലാസ് എടുക്കണം, 10 മണിക്ക് പറഞ്ഞു, അല്ല 11 മണിക്കല്ല ക്ലാസ് എടുക്കാൻ വരുന്നത്. സാറേ, എന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കലാകാരനാണ്, ഒരു അറിയപ്പെടുന്ന കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇന്നലെ സിനിമ ഷൂട്ടിംഗ് ഒരുപാട് പോയി. നേരം വെളുത്തല്ലേ ഷൂട്ടിംഗ് തീർന്നത്. മനുഷ്യൻ ഉറങ്ങണ്ടേ? സിനിമ ഷൂട്ടിംഗ് എന്റെ ശരീരം നോക്കണ്ടേ സാറേ? സാറിന് സിനിമയിൽ വേഷം കിട്ടിയപ്പോ? ഇന്നലെ വേഷം കിട്ടി. വേഷം കിട്ടിയില്ല. വേഷം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നിന്ന് നേരം വെളുത്തു പോയി. അത് ശരി. സാറേ, സാറിന്റെ സീരിയൽ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം.
വെരി ഗുഡ്. അച്ഛനും അമ്മ എല്ലാരും കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സാറിനെ കാണണമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ ഗുഡ്. അടുത്ത സീരിയൽ കണ്ടത് ഞാനും കണ്ടു സാർ. മോള് കണ്ടല്ലേ? എന്റെ വീട്ടിൽ എല്ലാവർക്കും സാറിന് ഭയങ്കര ഇഷ്ടാ. ഓക്കെ കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഞാനും കണ്ട് സാർ. നീ കണ്ടോ? എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം സാറിന് അന്നേരം കിട്ടിയത്. ഓക്കെ ഗുഡ്. വെരി ഗുഡ്. ഇരുന്നോളൂ. ഇനി ആരാ? ഞാൻ കണ്ടു സാർ. ഓക്കെ. അയ്യോ ഈ സീരിയൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിക്കുന്ന സാറാന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി സാറേ. ഓക്കെ. സാറിന് അവനെ അത്രയ്ക്ക് കിടിലു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഇനി ആരാ? ഇനി ആരാ? കണ്ടില്ല കണ്ടില്ല കാണാണ്ട് ക്ലാസ്സിൽ തെളിഞ്ഞു വന്നിരിക്കാൻ എങ്ങനെ ധൈര്യം നിനക്ക്? ഈ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാണ്, ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് 100 പ്രാവശ്യം ഇമ്പോസ്റ്റർ കണ്ടുകൊള്ളാം സീരിയൽ. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളാണെന്ന് യവൻ ഉറക്കുന്ന ഭ്രാന്തായടാ ഇവന്. സീരിയൽ കിട്ടില്ല സീരിയലാണെന്ന് അറിയാം. പക്ഷെ നമ്മളെ സാറിന്റെ അഭിനയം ഉണ്ടല്ലോ, എന്റെ ദൈവമേ, ഇതുപോലൊരു അഭിനയ പ്രതിഭ നമ്മളെ നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് അഭിമാനിക്കണം. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ഡ്രസ്സ് നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളെ തിളങ്ങുന്ന പടച്ചട്ടയില്ലേ, എന്റെ കിരീടം, വാളകറ്റ്, ഒരു പുരാണ സീരിയലാണ് സംഭവം. ഭണ്ടാസുരൻ കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല. പണ്ടമായിട്ടായിരുന്നു സാറ്. അല്ലടാ, അതിനകത്ത് മെയിൻ പടയാളി. ഓ, ഒരു രാജാവ് ഇറങ്ങി യുദ്ധത്തിനിറങ്ങി ഈ 100 കണക്കിന് പടയാളികൾ നിൽക്കല്ലേ. 100 കണക്കിന് പടയാളി സാറിന് മാത്രം തിരിച്ചറിഞ്ഞത്. നീ കഥയൊക്കെ ഈ രാജാവുണ്ടല്ലോ ഇറങ്ങി ഈ പടയാളികളെ ഇങ്ങനെ വെട്ടുകയാണ്, വാളിങ്ങനെ വെട്ടുന്നത്. അപ്പൊ വെട്ടുകൊള്ളുന്ന ആളുകളൊക്കെ കഴുത്തിലൊക്കെ വെട്ടുകൊണ്ട് ആ അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ച് വീഴുകയാണ്. കഴുത്തിൽ വെട്ടുകൊണ്ടപ്പോഴേ കക്കക്കാന്നിങ്ങനെ ചിരിച്ചോണ്ട് വീണ മനുഷ്യനായിരുന്നു. എത്ര ആളെന്നാലും തിരിച്ചറിയാന്ന്. മുഖത്ത് ഒരു ഭാവമാറ്റം ഇല്ലാത്ത ഒരേ ഒരു നടൻ ഞങ്ങളുടെ ഈ സാറ് മാത്രമേ ഉള്ളായിരുന്നു. പുള്ളി ദേശീയ അവാർഡ് കിട്ടാൻ വേണ്ടി നടക്കുക. മണ്ടയ്ക്ക് വെട്ടുണ്ടപ്പോ ചിരിക്കുന്നതാ. ചോര തൊഴിയില് ചൂന്ന് പോകുന്നു. ഫയർഫോഴ്സ് വെള്ളമടിക്കുന്ന വെട്ടുകൊണ്ട് ചിരിച്ചോണ്ട് കിടക്കുന്നല്ലേ സാർ എന്തിനാ വിഷമിക്കുന്നത്? അല്ല സാർ, നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ സാർ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ലോക തോൽവിയായിട്ട് അഭിനയിച്ച് നോക്കുമ്പോ പിള്ളേർ കളിയാക്കും. ഒരു സിനിമയിൽ മമ്മൂട്ടി ചാൻസ് വെച്ച് പോയി കണക്ക് പോലുള്ള ലൊക്കേഷൻ മൊത്തം കയറി ഇറങ്ങുക. മോശമായിട്ടോ കളിയാക്കുന്ന ചെറിയ അധ്യാപന നാളെ പിണങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു അല്ല 10 മറ്റേ കളയമാര് പിണങ്ങിയിരിക്കുമല്ലോ. നമ്മളെ ചെയ്താലൊക്കെ നിന്റെ കാമുകയാണോടാ സാറ് പിണങ്ങിയിരിക്കുന്നത്? ഒന്ന് ഉഷാറാക്കണേ പാവോടെ. സാറിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലേ. ഉണർത്താനുള്ള സെറ്റ്. മുത്തേ പൊന്നെ പീണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. മുത്തേ സാറേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. ഇന്നെന്തു സാറേ ഞങ്ങളോട് പിണക്കം, സാർ ഞങ്ങളുടെ കരളല്ലേ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തെന്ത് സാറേ ഞങ്ങളോട് പിണക്കം, സാർ ഞങ്ങളുടെ കരളല്ലേ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. ഈ പാട്ടാണ് ക്ലാസ്സിൽ ഇരുന്ന് പാടുന്നത്. സാറ് ഇതിന് കൂട്ടിക്കോണ്ട സാറേ. ചുമ്മാ അല്ലടാ നീയപ്പോ 10ാം ക്ലാസ് ജയിക്കാത്ത നീയൊക്കെ. എടാ ദൈവത്തെ വിളി ആ സമയത്ത്. അപ്പൊ 10ാം ക്ലാസ് ജയിക്കും. എങ്ങനെയാലും മേളിരിക്കുന്നവനെ ദൈവത്തെ വിളിച്ച് 10ാം ക്ലാസ് ജയിച്ചെടുക്കാൻ നോക്കും. പാട്ട് മുത്തേ പൊന്നെ അവന്റെ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഹല്ലേലൂയ. അക്തറിന്റെ ബോൾ കണ്ട് ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് സിക്സ് അടിക്കണ സച്ചിൻ തെണ്ടുൽക്കർ, അക്തറിന്റെ ബോൾ കണ്ട് ഭയപ്പെടേണ്ട. കാറ്റിനെയും അല്ല പോറിനെയും നിയന്ത്രിപ്പാൻ കഴിയുന്ന സച്ചിൻ തെണ്ടുൽക്കർ, അക്കരയ്ക്ക് സിക്സ് അടിക്കണ സച്ചിൻ തെണ്ടുൽക്കർ, അക്തറിന്റെ ബോൾ കണ്ട് ഭയപ്പെടേണ്ട. സിക്സിനെയും പിന്നെ പോറിനെയും നിയന്ത്രിപ്പാൻ കഴിയുന്ന സച്ചിൻ തെണ്ടുൽക്കർ. നിയന്ത്രിക്കാൻ കഴിയുന്ന ആർക്ക്? സച്ചിൻ തെണ്ടുൽക്കർ. അത് കൊള്ളാം, നല്ല രസമായിരിക്കും. കൊള്ളാല്ലേ അല്ലേ? എടാ മര്യാദക്ക് ഫീസ് തന്നിട്ട് ഈ പാട്ടൊക്കെ പാടണം കേട്ടാ. മര്യാദക്ക് ഫീസ് തന്നിട്ട് വേണം ഈ പാട്ടൊക്കെ പാടാൻ. ദൈവത്തെ നിൽക്കുള്ള പാട്ട്. നീ എന്താ ഫീസ് തരാത്ത? സാർ, കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അമ്മ, പുരം തെരഞ്ഞെടുക്കുന്ന അച്ഛൻ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന 3 പെങ്ങന്മാർ, എവിടെ എല്ലാ കാര്യം നോക്കുന്നത് ഞാൻ ഒറ്റൊരുത്തനാണ് സാർ. സംഭവം ശരി. പക്ഷെ HSB കാക്ക തൂറി അതും കൂടെ എന്താണ് നീ പറയാത്തത്? ബാക്കിയെല്ലാം നീ ജയദേശിന്റെ ഡയലോഗ് പറഞ്ഞില്ലേ? ഇറങ്ങണ അതിനകത്ത്.
ഞാൻ മര്യാദയ്ക്ക് സാറ് പഠിപ്പിക്കുന്നതാണ് പഠിപ്പിച്ചു ഇമ്മ വേഷം കെട്ടാന്ന് മലയാളം സാറങ്ങോട്ട് പഠിപ്പിച്ചു എന്തോന്നു. അപ്പോൾ നമുക്കിനി സിനിമാ കഥ പഠിക്കാം. സിനിമാ കഥ അല്ലല്ല, പുതിയ പാഠം പഠിക്കാം. മലയാളത്തിലെ ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ കാവ്യമാണ് രമണൻ. ഏതാണ്? രമണൻ. ഈ രമണൻ എന്ന കവിതാ സമാഹാരത്തിൽ ചങ്ങമ്പുഴ ആസ്പദമാക്കിയിട്ടുള്ളത് പ്രണയകഥയാണ്. ആരൊക്കെ തമ്മിലുള്ള പ്രണയകഥയാണ്? പറയൂ. ചന്ദ്രികയും മദനനാ ചന്ദ്രികയും രമണനും തമ്മിലുള്ള പ്രേമകാവ്യമാണ് ചങ്ങമ്പുഴ ഈ രമണിൽ ആസ്പദമാക്കിയിട്ടുള്ളത്. അത് കഥ നടക്കുന്ന പശ്ചാത്തലം എന്നത് കാടാണ്. ഈ കാടിനെ എങ്ങനെയാണ് ചങ്ങമ്പുഴ വർണ്ണിച്ചിരിക്കുന്നത്? മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. കരളും വീടിയും കവർന്നു മിന്നി കരയറ്റോരാലസ ഗ്രാമ ഭംഗി. സുഹൃത്തുക്കളെ, അത് അങ്ങോട്ട് നോക്കൂ. ആ കാട്ടി ഇവിടെ തീരത്ത്, ആ പച്ച പുൽത്തുകളിൽ, ആ ഭൂമിരത്തിൽ തലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹലോ, സാധികൻ മനോജ് കുമാർ, അത് കമ്മിറ്റിക്കാരന്. അപ്പൊ ഈ കഥാപുസ്തകത്തിന്റെ ഇടയ്ക്ക് കട്ടൻ കാപ്പിയോ സോഡയോ വല്ലതും വേണം പറയണേ. എൻ്റെ അടുത്തത് ചരിത്രമാണ്. ചരിത്രം പഠിക്കണം. കാര്യം മലയാളം മാത്രം എന്നും പഠിപ്പിക്കുന്നുള്ളൂ. ചരിത്രത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് നമുക്ക് വടക്കം പാട്ടിൽ തുടങ്ങാം. നല്ലതാ, നാടൻ പാട്ട് സൂപ്പറാണ്. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനം കേരേ നിരച്ചപ്പെട്ടേട്ടുണ്ടക്കയ്യേ മാനിനം കേരേ മാനിനം കേരേ തെങ്കാട്ടി കുമരിനം കേരേ കുമരിനം കേരേ തെങ്കാട്ടി മാനിനം കേരേ. ഞാൻ എല്ലൂരും മനസ്സിലായില്ല. തോന്നിയാ കാണിക്കുന്നത് ഫീസും തരത്തില്ല. സാറുമാരെ കൂടെ നിന്ന് എണ്ണീരല്ല ഒരു കാര്യം ഞാൻ തീരുമാനം. ഇമാരെ ഫീസ് തരാൻ എന്റെ പൊന്നു സാറേ ഇവിടെ പഠിപ്പിക്കാൻ ശരിയാത്തില്ല. എപ്പോഴും ഫീസ് വേണം ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ചെലവും കാര്യങ്ങളല്ലേ. വീട്ടിൽ നിന്ന് ഫീസ് തരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് തരണമെന്നുണ്ടോ? ചെലവും കാര്യങ്ങളാ? ഇറങ്ങണ അതിനകത്തുനിന്ന് ഇറങ്ങണല്ല ഇവിടെ ഫീസ് തരാൻ ഒരുത്തരം ഇറങ്ങണി തരാന്ന് പറയല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇത് എന്തൊരു കട്ടോടെ ഇപ്പൊ ഉണ്ട്. ഒരു കാര്യം അടുത്ത മാസം തരാന്ന് പറഞ്ഞു. അടുത്ത മാസത്തെ കേസല്ല ഞാൻ കൊണ്ടിറങ്ങി ഇറങ്ങി ഒരുത്തരം പഠിപ്പിക്കുന്നു. സാറുമാരെ നിന്നേ ഇതെന്താ സ്വഭാവം. ഇറങ്ങല്ല എല്ലാം ഇറങ്ങും എല്ലാം ഇറങ്ങിപ്പോ. അല്ല സാർ, ഞാൻ ഇന്ന് വന്നേല്ലേ ഉള്ളൂ. ആ ഇതുപോലെ തന്നെ ഉമ്മർ അന്നും പറഞ്ഞു ഞാൻ ഇന്ന് മഞ്ഞല്ലേ ഉള്ളൂ. ആ അന്നത്തെ ഞാൻ ഇന്നും കേട്ടോ. എന്ത് എബ്രു സാർ ഈ കോളേജിന്റെ ഐശ്വര്യം ഒന്ന് ഞാനൊന്ന് എഴുതി വെച്ചു പോയി. ഇത് അങ്ങനെയല്ല, മാറ്റി എഴുതണോ വരുന്നു. എങ്ങനെ? എബ്രു സാർ ഈ കോളേജിന്റെ വൻ പരാജയം. നമുക്ക് അവരെ പറഞ്ഞു വിടുന്നതിനെ മുമ്പ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു വിട്ടാ പോരെ. സാറി നമ്മരോട് ചിന്തിച്ചു. അതെ, കുറച്ചേരായി വന്നിട്ട്. അതെ, എന്തിനാണ് ഈ കോളേജിൽ പിള്ളേരെ എന്റെ പൊന്ന്, നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമായത്? ഒരുപാട് വർഷം പരിചയം. സംഭവം എന്താണെന്ന് വെച്ചാൽ യവന്മാര് ഫീസ് കരുത്തില്ലെന്ന്. യവൻ തന്നെ 4 മാസം ഫീസായി. യവരുടെ 5 മാസം. ഞങ്ങളോട് ചോദിച്ചാൽ എപ്പോ ഫീസ് ചോദിച്ചാൽ അപ്പൊ അവർക്ക് കരച്ചിരി. ഇതിപ്പോ ഫീസ് തരാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇറക്കി വിട്ട് അവര് ഫീസ് തരുമോ? പഠിക്കും, അങ്ങനെ പഠിക്കും. ഫീസ് കൊടുത്ത് നാളെ ക്ലാസ്സിൽ കയറിയിരിക്കും. ഇറക്കി വിട്ട് അവര് ഫീസ് തരും. ഫീസ് തരും, ഉറപ്പാണ്. ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിൽ നിന്ന് ആദ്യം ഇറങ്ങേണ്ട താനാണ്. എന്തിന് താൻ ആദ്യം ഇറങ്ങണം. എന്ത് കാര്യത്തിൽ? ഇവിടെ 5 വർഷമായ താൻ ഈ കോളേജ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ ഉടമസ്ഥനായ എനിക്ക് 1 മാസത്തെ വാടക തന്നിട്ടുണ്ടോ? ഉണ്ടോ? താൻ ഇപ്പൊ ഇവിടെ ഇറങ്ങണോ? ദേഷ്യപ്പെട്ട് തമാശ തമാശ അല്ല, ഇപ്പൊ ഇവിടെ ഇറങ്ങണം. എന്റെ കാശ് തന്നിട്ട് പഠിപ്പിച്ചാൽ മതി. അവിടെ പിള്ളേർ തമാശ പറയല്ല. തന്നെ ഇറക്കിവിട്ടാ കാശ് കിട്ടുമല്ലോ. ആര് പറഞ്ഞു? താൻ പറഞ്ഞില്ലേ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടും. അത് പിള്ളേരെ എന്നെ ഇറക്കിട്ട കാശ് കിട്ടൂല. എന്റെ കാശ് തന്നില്ല, എന്റെ അമ്മയുടെ സത്യം കൊന്നുകളെ. ആ അപ്പൊ തനിക്ക് കാശിട്ടിട്ട് എന്ത് കാര്യം? താൻ ജയിലിൽ പോത്തില്ലല്ലോ. എന്റെ കാശ് താണോ? ഇവിടെ കാശില്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ കാശ് എനിക്ക് ടൂട്ടർ കോളേജ് എന്റെ വാടക തന്നിട്ട് ഇറങ്ങണം. ഇറങ്ങാൻ ഇവിടെ പിള്ളേർക്ക് ഇറങ്ങാൻ 5 വർഷമായിട്ട് വാടക തന്നില്ല. ഇറങ്ങും പിള്ളേരെ ഇറങ്ങാൻ. എബ്രു സാർ എന്തായാലും നാണം കെട്ട്. ഞങ്ങളെന്ത് ഫീസ് വേണം ഫീസ് വേണം എന്ന് പറഞ്ഞ ബഹളമല്ലായിരുന്ന. വല്ലപ്പോഴെങ്കിലും വാടക കൊടുക്കണം കേട്ടോ സാറേ. സാറേ എന്തായാലും നമ്മൾ ട്യൂട്ടർ കോളേജിൽ പൂട്ടി. ഇതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ടൂർ പോയാലോ? അല്ല ഇപ്പൊ എന്തായാലും സംഭവം പൂട്ടി. ഇനിയിപ്പോ ആൺ പെൺ വ്യത്യാസമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അടിപൊളി ടൂർ അല്ല ഊട്ടിയിലേക്കെന്ന്. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ മനോഹരമായ എപ്പിസോഡിൽ ഇനി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഷോർട്ട് ബ്രേക്ക്. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഒരു മനോഹരമായ എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയോടെയും കൂടുതൽ രസത്തോടെയും കൂടി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.